പടം ഞാൻ കണ്ടത് ബാഡ് ബോയ്സ് ആണ്. എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രത്തോളം നല്ല കിടിലൻ സിനിമയാണ്. ഒമർ ലുലു എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്തേക്കുന്ന സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമയാണ്. ഫുള്ള് കോമഡി, സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡ് വരെ ഫുള്ള് കോമഡി. അതുപോലെ തന്നെ മാസ് ഒക്കെ മിക്സ് ചെയ്ത് അടി എന്ന് പറഞ്ഞാൽ പൂരടി. റഹ്മാൻ ചേട്ടനൊക്കെ ഇത്രയും മാസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണും. മലയാള സിനിമയിൽ നല്ല തമിഴ് സിനിമയിൽ പോലും ഇത്രയും മാസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അതുപോലെ തന്നെ ബിബിൻ ജോർജ്, ബാബു ആൻ്റണി, പിന്നെ അതുപോലെ തന്നെ ശങ്കർ, ദേവൻ, അബു സലീം, ഒരു വമ്പൻ ടിനി ടോം, ഒരു വമ്പൻ താരനിര തന്നെയുണ്ട്. സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും. ഫുൾ ഓൺ പടം. അതായത് നമ്മളൊരു തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഓണകാലത്ത് നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ബാഡ് ബോയ്സ്. ഇത് 100% ഞാൻ പറയണം, ഉറപ്പായിട്ട് പറയുകയാണ്, കിടിലം സിനിമയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും സൂപ്പറാണ്. അതുപോലെ തന്നെ പാട്ടുകൾ, BGM എല്ലാം എടുത്തു പറയേണ്ടതാണ്. അതായത് ജയസൂര്യയുടെ ആട് സിനിമ പോലെ അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ആട് സിനിമയ്ക്ക് മുകളിൽ നിൽക്കും. അതുപോലെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയിലേക്ക് ഈ ബാഡ് ബോയ്സ് പോകുമെന്നുള്ള യാതൊരു സംശയം തീരേണ്ട സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഈ ബാഡ് ബോയ്സ് എന്ന മൂവി എത്തപ്പെട്ടിരിക്കും. 100 കോടി ക്ലബ്ബിൽ ഇടം നേടിക്കഴിഞ്ഞു. ഈ തിയേറ്ററിലേക്ക് ഇനി വന്നാൽ ടിക്കറ്റ് കിട്ടുമെന്ന് പോലും അറിയില്ല. കാരണം ഓണകാലമായിട്ട് ഇനി ടിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സിനിമ ഒന്ന് കാണാം, അത്രയും പെട്ടെന്ന് തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം. നമ്മൾ ഒരു സിനിമയ്ക്ക് വെല്ലുവിളി എന്നല്ല, ഞാൻ ഒരു സിനിമയ്ക്ക് വെല്ലുവിളി എന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കോമഡി പടം. അതായത് നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യണമല്ലോ, നമുക്ക് ചിരിക്കണം, സന്തോഷിക്കണം. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഈ മൂവിയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ തുടക്കം മുതൽ നമുക്ക് ലാഗെന്ന് പറയുന്ന സാധനമില്ല. ഞാനിങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഇതെങ്ങോട്ട് പോകണമെന്നുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത്ര മികച്ച ഒരു സിനിമയാണ് ഇത്. 100% വിജയിക്കും, ഉറപ്പാണ്. ഇതെടുക്കും, പ്രേക്ഷകരെടുക്കും. നമ്മുടെ ബാഡ് ബോയ്സ് കണ്ടിറങ്ങിയതേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ രാവിലത്തെ ഷോ ആയിരുന്നു, 10 മണിക്കുള്ള ഷോ ആയിരുന്നു. ഷീലു അബ്രഹാമിൻ്റെ പ്രൊഡക്ഷനിൽ ഒമർ ലുലുവിൻ്റെ ഒരു ഫണ്ണി എന്ന് പറഞ്ഞാൽ ഫണ്ണി മാത്രമല്ല, നമുക്കതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുണ്ട്. ആർട്ടിസ്റ്റുകളൊക്കെ പക്ക, ഓരോരുത്തർക്കും ഓരോ ചെറിയ റോളേ ഉള്ളൂവെങ്കിൽ ബാബുനെ ആയിക്കോട്ടെ, പിന്നെ റഹ്മാൻ ആയിക്കോട്ടെ, മറ്റെല്ലാ ക്യാരക്ടറും, സെന്തിൽ, ബിബിൻ, എല്ലാവർക്കും പക്ക ക്യാരക്ടറാണ്. ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഓണം ചിലപ്പോൾ ഇവർ എല്ലാവരും കൂടെ ആഘോഷിക്കാനുള്ള എല്ലാ വകുപ്പുണ്ട്. എന്ന് വെച്ചാൽ ടിനി ടോം ആയിക്കോട്ടെ, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും നല്ല നല്ല പെർഫോമൻസാണ്. പിന്നെ പറയാമെന്ന് വെച്ചാൽ നമുക്ക് ഈ പിള്ളേർക്കൊക്കെ ഉള്ള മയക്കുമരുന്നതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കാണാനും കേൾക്കാനും നമ്മളത് മിക്ക പടങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് എടുത്ത് കാണിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഷീലു അബ്രഹാമിൻ്റെ ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ ആർട്ടിസ്റ്റുകളൊക്കെ പക്കയായിട്ട് അവരോട് കൂടെ നിന്നിട്ടുണ്ട്. ആ കൂടെ നിന്നതിൻ്റെ ഒരു വൻവിജയമാണ് ഈ പടത്തിൻ്റെ ഇത് തന്നെ പറയാം. അതിന്നൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ആ ഫസ്റ്റ് ഒമർ ലുലുവിനെക്കാട്ടിലും കുറച്ച് മെച്ചപ്പെട്ടൊരു ഇതാണ്. കോമഡിക്കാണെങ്കിൽ കോമഡി, സീരിയസിനാണെങ്കിൽ സീരിയസ്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഈ പടം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ മറ്റുള്ള പടങ്ങളിൽ എന്താണെന്ന് അറിയില്ല, പക്ഷേ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 5 കൊടുക്കാം.